ഒരു വ്യക്തിയുടെ ദുഃഖം അതേ ഇൻറ്റൻസിറ്റിയോടെ അതേ തീവ്രതയോടെ ആ ഒരു നീറ്റലോടെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്ര അടുത്ത ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ്. അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ, അവരുടെ ദുഃഖങ്ങളിൽ കൂട്ടിരിക്കാൻ നമുക്കൊക്കെ പറ്റിയേക്കും. അതിനപ്പുറം ആശ്വസിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന തോന്നലിൻ്റെ പുറത്താണ് പലപ്പോഴും പല ആളുകളും ഇടപെടാറുള്ളത്. അവരുടെ ദുഃഖത്തിൻ്റെ തീവ്രതയെ ചെറുതാക്കി കളയുന്ന തരത്തിൽ ആശ്വസിപ്പിക്കലുകൾ മാറാറുണ്ട്. സാരമില്ല, പോട്ടെ, അത്രയല്ലേ സംഭവിച്ചുള്ളൂ പോലുള്ള വാക്കുകൾ ചിലപ്പോൾ വളരെ ബാലിശമായി പോകും, മണ്ടത്തരമായി പോകും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ, അങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുന്നത് പോലും അവർക്ക് ഏറ്റവും മോശമായിട്ടത് ബാധിച്ചേക്കാം. ദുഃഖം പങ്കുവെച്ചിട്ട് ഇയാളെന്തോ ഒന്നും പറയാത്തത് എന്നവർ കരുതുമെന്ന് കരുതിയാണ് പലപ്പോഴും നമ്മൾ ആശ്വസിപ്പിക്കാറുള്ളത്, അല്ലേ? അത് പലപ്പോഴും മണ്ടത്തരമാണ്. എന്നാൽ ഇത്തരം അവസരത്തിൽ നമ്മളൊന്നും മിണ്ടാതെ കേട്ടിരിക്കുക മാത്രം ചെയ്യാനേ പാടുള്ളൂ. അവരൊരു സൊല്യൂഷന് വേണ്ടി അല്ല നമ്മോട് അണപൊട്ടുന്ന പോലെയുള്ള ദുഃഖം പങ്കുവയ്ക്കുന്നത്. തകർന്നിരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ഒരു കാതും ചായാനൊരു തോളും വേണം, അത്രയേ ഉള്ളൂ. അയ്യോ, അയാളോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. അത്തരം അവസരങ്ങളിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കൂ, അങ്ങനെ പാടുള്ളൂ. അല്ലെങ്കിൽ മൗനമായി തന്നെ കേട്ടിരിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ കാതും നിങ്ങളുടെ തോളും തകർന്നിരിക്കുന്നവന് മുന്നോട്ട് നടക്കാനുള്ള ചാലകശക്തികളായി മാറട്ടെ. തുറക്കട്ടെ മനസ്സുകൾ.